ഗൈസ്, ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡബ് ചെയ്തൊരു സിനിമ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ജനപ്രിയ നായകൻ ദിലീപ് നായകനായ പ്രിൻസ് ആൻഡ് ഫാമിലി. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത് കേട്ടോ. പതിവ് ദിലീപ് സിനിമകൾ പോലെ അത്യാവശ്യം കോമഡികളൊക്കെ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. പിന്നീട് തുടരും സിനിമയിൽ ഒരു പോയിന്റ് കഴിഞ്ഞ് കഥയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഒരു ഷിഫ്റ്റ് പടത്തിലുണ്ടായി. നായികയുടെ എൻട്രിയോടെ ആയിരുന്നു ഇത്. പുതുമുഖ നായികയായിട്ടാണ് മനസ്സിലാക്കിയത്. പക്ഷെ അതിൻ്റെ യാതൊരു അങ്കലാപ്പും ഇല്ലാതെ പൊളിച്ചിട്ടുണ്ട് അവർ. ഈ സിനിമയിലൂടെ മലയാളത്തിന് നല്ലൊരു ഡയറക്ടറെ കൂടി കിട്ടിയിട്ടുണ്ട്. പേര് കേട്ടാൽ ലിസ്റ്റൻ സ്റ്റീഫന്റെ അനിയനാണെന്ന് തോന്നും, പക്ഷേ അല്ല, ബിൻഡോ സ്റ്റീഫൻ. നല്ല രീതിയിൽ പടം എടുത്തു വെക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. ജനഗണമനയുടെ തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥ തന്നെയാണ് ഫിലിമിന്റെ ഗ്രിപ്പ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു തീം എൻഗേജിംഗ് ആയിട്ട് ഫ്രഷ്നെസ് ചോരാതെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു പറ്റം താരങ്ങൾ ഈ സിനിമയുടെ ഭാഗമാവുന്നുണ്ട്. നമുക്ക് എന്നും പ്രിയപ്പെട്ട ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള, സിദ്ദിഖ്, ജോണി ആന്റണിയുടെ പെർഫോമൻസ് എടുത്തു പറയാതെ വയ്യ. ദിലീപ് ഹരിശ്രീ അശോകൻ കോംബോ എന്നൊക്കെ പറയുന്നത് പോലെ ഇതിൽ ദിലീപ് ജോണി ആന്റണി കോംബോയാണ്. ജോസൂട്ടി ജേക്കബും അശ്വിൻ ജോസും ധ്യാൻ ശ്രീനിവാസനും മീനാക്ഷിയും ഒക്കെ പായസത്തിലെ മുന്തിരി പോലെ നല്ല രുചികരമായിട്ട് തോന്നി. ട്രെയിലറിൽ സൂചിപ്പിക്കുന്നത് പോലെ പ്രായമായിട്ടും കല്യാണം നടക്കാത്ത ഒരാളുടെ ഫ്രസ്ട്രേഷൻസ്, സോഷ്യൽ മീഡിയ എങ്ങനെയാണ് പൊതുജനങ്ങളെയും എസ്പെഷ്യലി യൂത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെ പടത്തിൽ നല്ല എൻഗേജിംഗ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. ഒരു 2.25 മണിക്കൂർ അത്യാവശ്യം പൊട്ടിച്ചിരിച്ച് കഥ ആസ്വദിച്ച് ചെറുതായി ഒന്ന് കണ്ണു നനച്ചിറങ്ങി വരാൻ കഴിയുന്ന ഒരു നല്ല സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. പാട്ടുകളൊക്കെ അടിപൊളിയാണ്. ഉദിത് നാരായണൻ പാടിയൊരു തീ സോങ് എടുത്തു പറയണം. പിന്നെ എൻ്റെ ആദ്യ സിനിമയായതുകൊണ്ട് തന്നെ ഡയലോഗ്സ് ഒക്കെ വളരെ കുറവാണ്. ചിലതൊക്കെ എഡിറ്റിങ്ങിൽ നീക്കം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഹാപ്പിയാണ്. പടത്തിൻ്റെ ലാസ്റ്റ് അഞ്ജലിയനിൽ എഴുതി കാണിച്ചപ്പോൾ എൻ്റെ മോനെ രോമാഞ്ചായിപ്പോയി. എനിക്ക് സിനിമയിൽ ഡബ് ചെയ്യാൻ ഇങ്ങനെ ഒരു ചാൻസ് നൽകിയ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമിക്കും അവിടുത്തെ എല്ലാ സ്റ്റാഫിനും നന്ദി പറയുന്നു. പടം നിങ്ങൾക്ക് ഇഷ്ടാവും. കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പം ശരി, പിന്നെ പാക്കലാം.